ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 9 വ്യാഴാഴ്ച. ഇന്ന് 9ാമത്തെ ദിവസമാണ് റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ ഫീസ്റ്റിനായിട്ടുള്ള നമ്മുടെ ഒരുക്കം. ഇപ്പോൾ നമ്മൾ ഒരു 13 മണിക്കൂർ തികയ്ക്കാനുള്ള തത്രപ്പാടിലാണ് നമ്മളെല്ലാവരും. ഞാനിങ്ങനെ പാക്ക് ചെയ്ത് അവിടേക്കും ഇവിടേക്കുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സമയങ്ങൾ അഡ്ജസ്റ്റാക്കി ഞാനും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 13 മണിക്കൂർ 13-ാം തീയതി ആകുമ്പോഴേക്കും എത്തണം. പ്രിയ കൂട്ടുകാരെ, പലർക്കും ചിലപ്പോൾ ഇത് ഇങ്ങനെ എത്തിക്കാൻ പറ്റില്ല, ഈ 13 മണിക്കൂർ. അതിൽ ഒട്ടും വിഷമം വിചാരിക്കേണ്ട കേട്ടോ. 1974 മെയ് 15 പെരീന ഗില്ലിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. എന്താണെന്നോ? പെരീന അന്ന് ഒരു വിഷമത്തിലായിരുന്നു. കാരണം നമ്മുടെ പോലെ തന്നെ റോസറി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ പെരീന ഗില്ലിയും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ധാരാളം ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഒരു ദിവസം പെരീനയ്ക്ക് ഒരു അറിവ് കിട്ടി. ഒരു അതായത് ഒരു വിധവ, വളരെ നല്ല ഒരു വിധവയായിട്ടുള്ളൊരു സ്ത്രീ, അവൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ആരെങ്കിലും ഒന്ന് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് വേണം, നേഴ്സ് ചെയ്യാനായിട്ട്, അതായത് ശുശ്രൂഷിക്കാനൊരു അസിസ്റ്റൻറ്റ് വേണം, എപ്പോഴും അവളെ കെയർ ചെയ്യുന്ന ഒരാൾ, ഡേ ആൻഡ് നൈറ്റിൽ. അപ്പോൾ അവിടെ ആരുമില്ല. അത് പെരീനയിലേക്ക് മെസ്സേജ് കിട്ടുകയാണ്. അപ്പോൾ പെരീന എന്ത് ചെയ്തു? ആ സ്ത്രീയെ നോക്കാനായിട്ട്, നേഴ്സ് ചെയ്യാനായിട്ട് പോയി. അവളുടെ കൂടെ രാത്രിയും പകലും താമസിച്ചു. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ഗൗരവമായ അസുഖം പെരീനയുടെ ഫാമിലിയിലും ഉണ്ടായി ഒരാൾക്ക്. അങ്ങനെ പെരീന ഗില്ലി വളരെ ബിസിയായി, അവിടെ ഇവിടെയൊക്കെ ശുശ്രൂഷിക്കണം. അങ്ങനെ വന്നപ്പോൾ അവരുടെ പതിവുള്ള പ്രാർത്ഥനകളും പതിവുള്ള ഭക്താഭ്യാസങ്ങളും ഒക്കെ നിന്നുപോയി. ചെയ്യാനായിട്ട് സാധിക്കണില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വലിച്ചിട്ട് എത്തണില്ല. പല കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, എല്ലാം നന്മ പ്രവൃത്തികൾ തന്നെയാണ്. പക്ഷേ പറഞ്ഞ പ്രാർത്ഥനകളൊന്നും ചെല്ലാൻ പറ്റണില്ല. ഇത് പെരീനയുടെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടാക്കി. ദൈവമേ, എനിക്ക് ഇപ്പോൾ ജപമാലയൊന്നും പണ്ടത്തെ പോലെ ചെല്ലാൻ പറ്റണില്ലല്ലോ എന്ന്. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത്, അപ്രതീക്ഷിതമായ സമയത്ത് പരിശുദ്ധ റോസ മിസ്റ്റിക്ക മാതാവ് പെരീനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് വലിയൊരു സ്വർഗീയ പ്രകാശത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് അമ്മ പെട്ടെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്, നീ ചെയ്യുന്ന ഒരു പ്രവൃത്തികളും എൻ്റെ മകൻ്റെ ഹൃദയത്തിൽ വെച്ച് നഷ്ടമാകുന്നില്ല. നീ എൻ്റെ മകൻ്റെ ഹൃദയത്തിലേക്ക് വെച്ച് കൊടുക്കുന്ന നിൻ്റെ ഒരു സൽപ്രവൃത്തികളും നഷ്ടമാകുന്നില്ല. എന്നിട്ട് പറഞ്ഞു, മോളെ, നിൻ്റെ അയൽപ്പക്കക്കാരനെ സ്നേഹിക്കുക. അതായത് നിനക്ക് ആവശ്യമുള്ള ആളുകളാണല്ലോ, നമ്മുടെ സഹായം ആവശ്യമുള്ള ആളുകളാണ് നമ്മുടെ അയൽപ്പക്കക്കാർ. അങ്ങനെയാണല്ലോ സമറിയക്കാരൻ്റെ ഉപമ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നമ്മുടെ സഹായം ആരാണോ ആവശ്യമായിട്ട് ഇരിക്കുന്നത്, നമ്മുടെ കൺമുമ്പിൽ വന്ന് പെടുന്നത്, അവരാണ് നമ്മുടെ അയൽപ്പക്കക്കാർ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ തൊട്ട അയൽപ്പക്കത്ത് കിടക്കുന്ന ആൾക്ക് നമ്മുടെ സഹായം ആവശ്യമുള്ള ആളായിരിക്കില്ല. അപ്പോൾ അതല്ല ശരിക്കും നമ്മുടെ മാനസികമായിട്ട് നമ്മുടെ അയൽപ്പക്കക്കാർ അത് തന്നെ. എങ്കിലും ഈശോ പറയുന്ന അയൽപ്പക്കക്കാരൻ, നിൻ്റെ സഹായം ആവശ്യത്തിലിരിക്കുന്ന ആൾ ആണ് നിൻ്റെ അയൽപ്പക്കക്കാരൻ. അപ്പോൾ ചിലപ്പോൾ നിൻ്റെ ഭർത്താവായിരിക്കാം നിൻ്റെ അയൽപ്പക്കക്കാരൻ, വളരെയധികം സഹായം ആവശ്യമുണ്ട്. ചിലപ്പോൾ ഭാര്യയായിരിക്കാം ഭർത്താവിൻ്റെ അയൽപ്പക്കക്കാരത്തി, വലിയ സഹായം ഭാര്യയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഭാര്യ രോഗാവസ്ഥയിലായിരിക്കാം, അല്ലെങ്കിൽ മക്കളാകാം, മരുമക്കളാകാം, ചിലപ്പോൾ കൊച്ചുണ്ണികളാകാം. പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഉണ്ണികൾക്ക് വയ്യാതിരിക്കുക. അപ്പോൾ അവരെ കൊണ്ടോടണം, എടുത്ത് നടക്കണം, അവരെ കളിപ്പിക്കണം, ഇല്ലെങ്കിൽ അവരെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്തൊന്നും ജപമാല ചെല്ലാൻ പറ്റില്ല.
അപ്പം നമ്മുടെ ഹൃദയം ഈശോയിലായിരിക്കണം. ഈശോയിൽ നമ്മളിതെല്ലാം ചെയ്യുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി ഈ സഹനങ്ങളൊക്കെ കാഴ്ചവെക്കുമ്പോൾ അത് വലിയ വിലയുള്ളതാകും. അപ്പോൾ എവിടെയും മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നത് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മെജിഗറിയയിൽ അമ്മ ജമീലിയ എന്ന് പറയുന്ന പെൺകുട്ടിയോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ കൂട്ടി ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക, അതല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നിങ്ങളുടെ ജീവിതം പ്രാർത്ഥനയാക്കി മാറ്റണം. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും ഈശോ ഉണ്ടായിരിക്കണം. ഈശോയോടായിരിക്കണം സംസാരിക്കേണ്ടത്. ഈശോയോടുള്ള സംസാരമാണ് പ്രാർത്ഥന. അപ്പോൾ ഇന്നലെ പരിശുദ്ധ അമ്മ പറഞ്ഞു, നീയ മെസ്സേജ് ഇട്ടപ്പോൾ എല്ലാവരും 13 മണിക്കൂർ തികയ്ക്കാനായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ പലർക്കും പറ്റണില്ല, ജോലിയല്ലേ. ഇപ്പോൾ നേഴ്സായിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് 13 മണിക്കൂർ തികയ്ക്കുക? ജോലിക്ക് പോകണ്ടേ? അപ്പോൾ അതിന് ഈ പരിശുദ്ധ അമ്മ പറയുകയാണ്, അവർ ചെയ്യുന്ന ഓരോ ജോലികളും ഈശോയെ പാപപരിഹാരമായിട്ട് സമർപ്പിതരുടെ പാപപരിഹാരത്തിന് പരിശുദ്ധ അമ്മേ റോസ മിസ്റ്റിക് മാതാവേ ഞാനിത് ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇത്രയേ ഉള്ളൂ. നമ്മൾ നടക്കുന്ന നിമിഷത്തിൽ ഓരോ അടിയിലും നമ്മൾ ഈശോയെ ഓർക്കണം. ലോകത്തിൻ്റെ പാപം നമ്മുടെ മനസ്സിൽ വേണം. ആ പാപത്തിന് പരിഹാരമായിട്ട് വേണം നമ്മൾ ഭക്ഷണം വയ്ക്കുന്നതും പാകം ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതും. ചിലപ്പോൾ നിങ്ങൾക്കറിയാം, വെച്ച ഭക്ഷണം ഒരു രുചി ഉണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ നിർബന്ധമായിട്ട് കഴിക്കേണ്ടി വരും. കാരണം അത് കളഞ്ഞു കഴിഞ്ഞാൽ പാപമല്ലേ. അതുകൊണ്ട് ആ ഭക്ഷണം കഴിക്കുമ്പോഴും പ്രാർത്ഥിച്ചോ, ഇതെൻ്റെ പാപപരിഹാരം. എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട്. കാരണം എൻ്റെ ഇപ്പോഴത്തെ ഭക്ഷണക്രമം ഒരു നല്ല ക്രമമല്ല. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോഴുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കൊക്കെ പരിഹാരമായിട്ട് നമുക്ക് കാഴ്ചവെക്കാം. ഇങ്ങനെയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്, നിൻ്റെ അയൽപ്പക്കക്കാരൻ നീ ചെയ്തു കൊടുക്കുന്ന ഓരോ നന്മകളും ട്രൂ ലവ് ഓഫ് ഗോഡ്, ദൈവത്തിനോടുള്ള യഥാർത്ഥ സ്നേഹമാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ഇത് മതി, നീ വിഷമിക്കണ്ട എന്ന്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായല്ലോ. ഇനി 13 മണിക്കൂർ എത്തിക്കാൻ പറ്റിയില്ലല്ലോ, എത്രയും ദളമാതാവ് എത്തിക്കാൻ പറ്റിയില്ല, അതൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. പറ്റുന്നത് ചെല്ല. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ആവശ്യങ്ങളിൽ, അതായത് സ്വർഗം ആവശ്യപ്പെടുന്നത് ഒന്നും നിർബന്ധ ബുദ്ധിയാൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടല്ല. നമ്മുടെ ഹൃദയം ഈശോയുടെ ഹൃദയത്തോട് ചേർന്നിരിക്കണം, അത്രയേ ഉള്ളൂ. അതുപോലെ സ്വർഗം ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊന്നും പൈസ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടില്ല. സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ്, നന്മ പ്രവൃത്തികളാണ്, നമ്മളെ ദ്രോഹിച്ചവരോടുള്ള ക്ഷമ കൊടുക്കലാണ്. അതാണ് ദൈവം, നമ്മുടെ ഈശോ ആഗ്രഹിക്കുന്ന, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു എത്രയും ദളമാതാവേ ചെല്ലാൻ പറ്റുള്ളൂ, മതി. അത് 1300 എത്രയും ദളമാതാവിൻ്റെ ഫലം ചെയ്തോളും ധ്യാനിച്ച് ചെല്ലിയാൽ. അപ്പോൾ ഈ 13 മണിക്കൂർ നമ്മൾ കണക്കിലെടുത്തപ്പോൾ പലരും പറഞ്ഞ് അവരൊക്കെ അരമണിക്കൂറാണ് 50 എത്രയും ദളമാതാവിന് ഇട്ടിരിക്കുന്ന ടൈം ടേബിൾ. 50 എത്രയും ദളമാതാവ് ചെല്ലണമെങ്കിൽ അരമണിക്കൂർ. അപ്പോൾ 1 മണിക്കൂറിൽ 100 എത്രയും ദളമാതാവ് ചെല്ലാം. അങ്ങനെ 13 മണിക്കൂർ ചെല്ലുമ്പോൾ നമുക്ക് 1300 എത്രയും ദളമാതാവ് കിട്ടും. അങ്ങനെ വരുമ്പോൾ അതിലും ഒരു 13 ഡേറ്റ് ഉണ്ട്, 13ൻ്റെ അക്കമുണ്ട്. ഈ 13-ാം തീയതി ഭയങ്കര പ്രാധാന്യമുള്ളതാണ് കേട്ടോ. എവിടെ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോഴും 13-ാം തീയതിയാണ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഈ പറ്റാവുന്നവർക്കൊക്കെ ഒന്നിനൊരു നിർബന്ധമില്ല, ഒരു ടെൻഷനും വേണ്ട. 2 എത്രയും ദളമാതാവെ ചൊല്ലാൻ പറ്റുകയുള്ളെങ്കിൽ അത് ഒരു കൊട്ട പൂക്കളായിട്ട് പരിശുദ്ധമ്മ സ്വീകരിച്ചോളും. നമ്മുടെ സൽപ്രവൃത്തികൾക്ക്, നമ്മുടെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹം, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ക്ഷമ, ഇതിനൊക്കെയാണ് പ്രാധാന്യം. മറ്റുള്ളതൊക്കെ അതിനോട് കൂടിച്ചേരാൻ ഒന്നുകൂടി നമ്മൾ പ്രാർത്ഥനയിൽ അടുക്കാൻ പരിശുദ്ധ അമ്മ തരുന്ന ഓരോ മെസ്സേജുകളാണ്. അതുകൊണ്ട് ഒട്ടും വിഷമിക്കേണ്ട. ഇന്ന് പരിശുദ്ധ അമ്മ പെറിന ഗില്ലിക്ക് പറഞ്ഞു കൊടുത്ത ഒരു പ്രാർത്ഥന ഞാൻ ഇവിടെ പ്രാർത്ഥിക്കാം. നിങ്ങൾക്കിത് ഉപയോഗിക്കാം വേണമെങ്കിൽ. അത് യൂക്കാരിസ്റ്റിക് പ്രയർ ഓഫ് അറ്റോൺമെൻറ്റ് എന്നാണ്. ഞാനത് മലയാളത്തിലാക്കിയിട്ടാണ് പറയുന്നത്. ഇങ്ങനെയാണ് ആദ്യത്തെ വരുന്നത്. അതുപോലെ എല്ലാം പ്രാർത്ഥിച്ചാൽ മതി. ലോർഡ് ഫോർഗീവ് ഓൾ യൂക്കാരിസ്റ്റിക് സാക്രിലേജസ്, വി ബിസീച്ച് യു ഹിയർ അസ്. അതുപോലെയാണ് എല്ലാ പ്രാർത്ഥനയും. കർത്താവെ, എല്ലാ നിന്ദാപമാനങ്ങളും, ദിവ്യകാരുണ്യത്തിനെതിരെ ചെയ്യുന്ന എല്ലാ നിന്ദാപമാനങ്ങളും പൊറുക്കണമേ. ഞങ്ങൾ നിന്നിൽ
എപ്പോഴും ആശ്രയിക്കുന്നു, നിന്നോട് യാചിക്കുന്നു, ഞങ്ങളെ കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങനെയാണ് ഓരോ പ്രാർത്ഥനകളും. അതൊരു 10-15 പ്രാർത്ഥനകളുണ്ട്. പിന്നെ പറയുന്നത്, ദൈവമേ ക്ഷമിക്കണമേ, ഞങ്ങളുടെ പരിശുദ്ധ കൂദാശകൾക്ക് എതിരെ വരുന്ന എല്ലാ അപമാനങ്ങൾക്കും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, കരുണ കാണിക്കണമേ. ദൈവമേ പൊറുക്കണമേ, ഓരോ ദേവാലയങ്ങൾക്കെതിരെ ചെയ്യുന്ന നിന്ന അപമാനങ്ങൾക്ക്, അതുപോലെ നമ്മുടെ ചാപ്പലുകളിൽ സക്രാരിക്കെതിരെ ചെയ്യുന്ന നിന്ദനങ്ങൾക്ക് കർത്താവേ മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ. നമ്മുടെ പരിശുദ്ധമായ വസ്തുക്കൾക്കെതിരെ ചെയ്യുന്നത്, പരിശുദ്ധ വസ്തുക്കളോട് കാണിക്കുന്ന അനാദരവിന് മാപ്പാക്കണമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. അതുപോലെ അശുദ്ധകരമായ പാപങ്ങൾ ചെയ്ത് നിന്നെ വേദനിപ്പിക്കുന്നതിനെ ഓർത്ത് മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ. ദൈവമില്ലാത്ത അവസ്ഥയിൽ ചെയ്യുന്ന എല്ലാ പാപങ്ങളെയും ഓർത്ത് കർത്താവേ മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ. നിൻ്റെ പരിശുദ്ധ നാമത്തിനെതിരെ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ. കർത്താവേ, ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ അശുദ്ധകരമായ പാപങ്ങൾക്കും മാപ്പാക്കണമേ, കരുണ കാണിക്കണമേ. പരിശുദ്ധ ദൈവത്തിനോട്, പിതാവായ ദൈവത്തോട് കാണിക്കുന്ന അപമാനങ്ങൾ, നിന്ദനങ്ങൾ, ഉപേക്ഷകൾ, അതിനെല്ലാം മാപ്പ് തരണമേ, കരുണ കാണിക്കണമേ. കർത്താവേ, നിൻ്റെ പുരോഹിതന്മാർക്ക്, നിൻ്റെ പിതാക്കന്മാർക്ക്, അതായത് മെത്രാന്മാർക്കും പുരോഹിതന്മാർക്കും എതിരെ ഉണ്ടാകുന്ന എല്ലാ അപമാനങ്ങൾക്കും നിന്ദനങ്ങൾക്കും മാപ്പാകണമേ, കരുണ കാണിക്കണമേ. ഓ ദൈവമേ, നിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളിൽ നിന്നുണ്ടാകുന്ന എല്ലാ പാപാവസ്ഥകളിലും നീ വിഷമിക്കുന്ന ഓരോ നിമിഷങ്ങളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു, കരുണ കാണിക്കണമേ. ഇതാണ് പെരിനഗില്ലിയോട് പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന. നമുക്കും നമ്മുടെ മനസ്സിൽ പ്രാർത്ഥിക്കാം. ഇതെല്ലാം ഇരുന്ന് പ്രാർത്ഥിക്കൊന്നും വേണ്ട. നമ്മുടെ ജോലി, നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ് പ്രധാനം. ആ ഉത്തരവാദിത്തങ്ങൾ അനുദിന ജീവിതത്തിൽ കുരിശാണ്. ഈശോയുടെ പിന്നാലെ പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. സന്തോഷത്തോടെ അത് സ്വീകരിക്കുക എന്നത്. അപ്പോൾ ഈ 9-ാം ദിവസം നമുക്ക് വീണ്ടും പ്രാർത്ഥനയിലായിരിക്കും. നമ്മുടെ ഏകമായിട്ടുള്ള ലക്ഷ്യം ഈശോയിലേക്ക് സമർപ്പിതരെ അടുപ്പിക്കണം, കൂടുതൽ വിശുദ്ധിയിൽ അടുപ്പിക്കണം. അവർ ഈശോയുടെ കൂടെയാണെങ്കിലും അവർ പൈശാചിക ശക്തികൾക്ക് അടിപ്പെടാതെ പോകണം. അതാണ് ഈ റോസാ മിസ്റ്റിക്ക മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. പിന്നെയും കുറേ കാര്യങ്ങൾ അമ്മ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥനാ പരിഹാരം, ലോകസമാധാനം, ഇതൊക്കെ തന്നെ പറയുന്നു. പക്ഷേ റോസാ മിസ്റ്റിക്കയായിട്ട് പ്രത്യക്ഷപ്പെട്ടത് സമർപ്പിതർക്ക് വേണ്ടിയാണ്. ഓർക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.